വെൽക്കം ടു ഡേ 3 ഓഫ് സലാല വ്ളോഗ്. ഇന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചേരമാൻ പെരുമാളുടെ ഖബർസ്ഥാനം വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഫസ്റ്റ് സലാലയിലെ ഒരു പ്ലേസിൽ നിന്ന് നൈറ്റ് ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. കാണാം എപ്പോഴും ഡേ ടൈമിൽ ഭയങ്കര ഗ്രീനറി, വാഴത്തോപ്പ്, തെങ്ങിൻ തോപ്പ്, പപ്പായ, വെജിറ്റബിൾസ്, അങ്ങനെ എല്ലാം ആയിട്ട് അതിമനോഹരമായിട്ടുള്ള സ്ഥലം. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കണ്ടപ്പോൾ. ശരിക്കും നാളെ ഓർമ്മ വന്നു. അതിനുശേഷം നമ്മൾ ചേരമാൻ പെരുമാളിൻ്റെ ഖബർസ്ഥാനത്തിലേക്ക് എത്തി. അത് നമ്മുടെ നാട്ടിലെ മക്ബറ പോലെയൊന്നുമല്ല, ജസ്റ്റ് 2 ഖബർസ്ഥാനം, ആരൊക്കെയോ ചന്ദനത്തിരികളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇമ്രാൻ നബിയുടെ ഖബർസ്ഥാനം കാണാനാണ്. ഇത് ഇമ്രാൻ നബിയുടെ ഖബർസ്ഥാനം വളരെ നീളമുള്ളൊരു ഖബർസ്ഥാനമാണ്. പറയപ്പെടുന്നത് നബിമാർക്കൊക്കെ നല്ല നീളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഖബർസ്ഥാനം എനിക്കൊരു അത്ഭുതമായിരുന്നു, മാഷാ അല്ലാ. അപ്പോൾ അതൊക്കെ കണ്ട് അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നിന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സുൽത്താൻ കാബൂസിൻ്റെ മസ്ജിദിലേക്കാണ്. അപ്പം മസ്ജിദിൽ പോവാം, അവിടെ പോയി മസ്ജിദിൻ്റെ അകമൊക്കെ കാണാം, നമസ്കരിച്ചിട്ടൊക്കെ വരാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 1:30 ആയതുകൊണ്ട് ആ സമയത്ത് സ്ത്രീകൾക്ക് പള്ളിയുടെ അകം കയറി കാണാൻ പ്രവേശനമില്ലായിരുന്നു, മീൻസ് വിസിറ്റേഴ്സിന്. പിന്നെ നമ്മളവിടെ ലേഡീസ് സെക്ഷനിലിരുന്ന് നമസ്കരിച്ചിട്ടൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പ്ലാൻ ഒരു ചെറിയൊരു ഫാം ഉണ്ട്, അതൊന്ന് വിസിറ്റ് ചെയ്ത് വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ പറയുക, വൈകിട്ട് സൂക്കിൽ പോയിട്ട് റൂമിൽ പോകാം. ഒരു 9:30 റൂമിൽ പോയാൽ നാളെ വീണ്ടും ഏർലി മോർണിംഗ് അടുത്ത ഹൈലൈറ്റ്സ് കാണാം. അങ്ങനെ നമ്മൾ ഫാമിലെത്തി. ശരിക്കും പറയാമല്ലോ, ഈ ഫാമിൽ നമ്മൾ വന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടുച്ചയാണ്. പക്ഷേ ആ ഫാമിലെ കാറ്റെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വയലിലുണ്ടാവുമല്ലോ ഒരു ഇളം കാറ്റ്, വൈകുന്നേരം വീശിൽ, അതുപോലത്തെ അടിപൊളി കാറ്റായിരുന്നു. അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ കൃഷികളും മാതളവും പേരക്കയും ഒക്കെ കണ്ടും കഴിച്ചുമൊക്കെ പയ്യെ അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അത് കോക്കനട്ട് സ്ട്രീറ്റ് ആയിരുന്നു. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ അൽബലീദ് ആർക്കിയോളജിക്കൽ പാർക്ക് പോയി, മ്യൂസിയം ആൻഡ് ആർക്കിയോളജിക്കൽ പാർക്കിൽ പോയി. ഇവിടെ 3 റിയാൽ അഡൾട്ട്സിനും കുട്ടികൾക്ക് 2 റിയാലും വെച്ചിട്ട് നമ്മൾ എൻട്രി ഫീസ് കൊടുക്കണം. അതൊക്കെ കണ്ട് വൈകുന്നേരം സൂക്കിൽ പോയി. സൂക്കിൽ കുറച്ച് ഊതും ഒക്കെയാണ് ഇവിടെ, അതും വാങ്ങി തിരിച്ചു പോയി. ഇന്നത്തെ ദിവസം അവസാനിച്ചു.